മരണഭയം എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അതാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ CPIM-നെ തകർത്ത് മുച്ചൂടം മുടിച്ചു കളയാം എന്ന് വിചാരിച്ചവർക്ക് കൃത്യമായ മറുപടി CPIM-ന്റെ പ്രവർത്തകർ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. പർഗനാസ് ജില്ലയിലായിരുന്നു തൃണമൂലിൻ്റെ അഴിഞ്ഞാട്ടം. ആ അഴിഞ്ഞാട്ടത്തിന് കൃത്യമായ മറുപടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ 34 കൊല്ലത്തെ ഭരണചരിത്രത്തെ അട്ടിമറിച്ചും അതില്ലായ്മ ചെയ്തും അവിടുത്തെ ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കി കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന കടലാസ് പുലിയായ മമതാ ബാനർജിയും കിങ്കരന്മാരും ശരിക്കും വെള്ളം കുടിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അവർ 3ാം തവണയും ജയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. അത് വലിയ തോതിലുള്ള അക്രമവും അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ പ്രവണതകളും ഒക്കെ കാട്ടിക്കൂട്ടിയാണ് അവിടെ ജയിച്ചത്. അവരുടെ കൂടെ നിൽക്കുന്നവർ എല്ലാം അഴിമതിയിൽ ഓരോരുത്തരായി കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുംഭകോണങ്ങളിൽ ചെന്ന് പെടുകയും ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന നോട്ടുകെട്ടുകൾ കയ്യോടെ വീട്ടിൽ നിന്നും ED-യും കേന്ദ്ര അന്വേഷണ ഏജൻസിയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അപൂർവ ഇന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അഴിമതി നിറഞ്ഞ ഭരണം. 2023 ജൂലൈയിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ചെറുത്തുനിൽപ്പിൻ്റെ ഏറ്റവും വലിയ സ്ഫുരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ കണ്ടു തുടങ്ങിയത്. ശക്തമായ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് CPIM പ്രവർത്തകർ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം CPIM-ന്റെ ഒരു വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ്, അതിന് നേതൃത്വം കൊടുത്തത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീം തന്നെയാണ്. ഇപ്പോഴിതാ DYFI-യിലെ ചുണക്കുട്ടികളും അതുപോലെ SFI-യിലെ ചുണക്കുട്ടികളും അതിശക്തമായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ പ്രവർത്തനമാണ് ഇപ്പോൾ ബംഗാളിൽ ഇടതുപക്ഷം നടത്തുന്നത്. അത് വോട്ടായി മാറുമോ ഇല്ലയോ എന്നൊന്നും അവരെ ആശങ്കപ്പെടുത്തുന്നില്ല. പക്ഷേ തൃണമൂലിൻ്റെ കാടത്വം നിറഞ്ഞ ഗുണ്ടാ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടിയുള്ള നല്ല നാളേക്കുള്ള ഒരു ശക്തമായ തീവ്രമായ പോരാട്ടമാണ് മീനാക്ഷി മുഖർജിയും അതുപോലെ തന്നെ മുഹമ്മദ് സലീമും ഒക്കെ നടത്തുന്നത്. അതിന് മുഴുവൻ പിന്തുണയുമായി കോൺഗ്രസിലെ അണികൾ പോലും ബംഗാളിൽ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ മടുത്ത മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തെ അതിശക്തമായി എതിർക്കുന്ന തൃണമൂൽ കോൺഗ്രസിലെ തന്നെ അംഗങ്ങൾ ഇടതുപക്ഷത്തോട് ഇപ്പോൾ ചായ്വ് കാട്ടി തുടങ്ങിയിരിക്കുന്നു. പണ്ട് ഇടതുപക്ഷത്തുണ്ടായിരുന്ന പല നേതാക്കളും തൃണമൂൽ കോൺഗ്രസിലേക്ക് ഭയപൂർവ്വം പോയ ഒരു കാഴ്ച നമുക്കറിയാം. നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും വലിയ രീതിയിലുള്ള കലാപ പ്രശ്നങ്ങളായിരുന്നു ഇടതുപക്ഷത്തെ 2011 കടമുഴക്കിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് മനസ്സമാധാനം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടേയില്ല ബംഗാളികൾ എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായ മറുപടി ഒരുക്കാൻ കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നവർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.